ഞാൻ ഡോക്ടർ നിവ ജേക്കബ് സൈക്യാട്രിസ്റ്റ് ആണ്. കൊൽക്കത്തയിൽ 31 വയസ്സുള്ള PG സെക്കൻഡ് ഇയർ ചെയ്യുന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട വിവരം എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ? ഞാൻ MBBS ചേരുന്നതിന് മുന്നേ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തായിരുന്നു. റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നിർഭയ കേസ് നടന്നത്. ആ സമയത്ത് അത് വായിച്ച് എല്ലാവരും ട്രോമറ്റൈസ്ഡ് ആയത് ഇപ്പോഴും നമ്മളത് ഇമാജിൻ ചെയ്തിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെങ്ങനെയായിരിക്കും അത് സംഭവിച്ചത്, ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം പ്രൈവറ്റ് ഏരിയയിലൂടെ പുറത്തോട്ട് വന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും എന്തെങ്കിലും ഒരു റേപ്പ് കേൾക്കുമ്പോൾ ആ ഒരു പിക്ചർ മനസ്സിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ്. അന്ന് ഇത്രയും പേടിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 5.5 വർഷം MBBS കഴിഞ്ഞു. അത് കഴിഞ്ഞ് PG എടുത്തു. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞ് PGയും കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരു കൺസൾട്ടൻ്റായിട്ടിരിക്കുവാണ്. അപ്പോൾ ഇതേപോലെ പഠിച്ചു വന്ന ഒരു ഡോക്ടർ സെയിം ഒരു അവസ്ഥയിലൂടെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭയാനകമായ രീതിയിൽ ഹോസ്പിറ്റലിനകത്ത് തന്നെ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അതെങ്ങനെ എടുക്കണം എന്ന് അറിയത്തില്ല. അന്ന് നിർഭയ കേസ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഡോക്ടറല്ല, എല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചു കണ്ടു. പക്ഷേ ഇന്ന് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് മാത്രം പ്രതികരിക്കുന്ന ഒരു സിറ്റുവേഷൻ പോലെയാണ് തോന്നുന്നത്. ഇത് ഡോക്ടേഴ്സിനെ മാത്രം ഒരു കേസായിട്ട് മാറ്റി നിർത്തപ്പെടുന്നു, ഹോസ്പിറ്റലിൽ അടിച്ചു പൊളിക്കുന്നു, ഡോക്ടേഴ്സ് ജോലി ചെയ്യാത്തതിനെതിരെ ആളുകൾ ചോദ്യം ചെയ്യുന്നു. വലിയ വാർത്തകളോ വാർത്താ പ്രാധാന്യമുള്ളതോ ഒന്നുമല്ല. ഡോക്ടേഴ്സ് സ്റ്റൈപ്പൻഡ് കൂട്ടിത്തരാൻ വേണ്ടി ചോദിക്കുന്ന പോലെയോ വർക്കിംഗ് അവേഴ്സ് കുറയ്ക്കാൻ വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് പോലെയോ അങ്ങനെയൊക്കെ ഒരു ചെറിയ കേസ് മാത്രമായിട്ട് ഇതിനെ മാറ്റുന്ന പോലെ തോന്നി. ഞാനൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന്. ക്ലിനിക്കൽസും എല്ലാം കഴിഞ്ഞ ഒരു ഹൗസ് സർജൻസി എന്ന് പറഞ്ഞ് ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞ് ഒരു വർഷം നമ്മളവിടെ റെസിഡൻസി പ്രോഗ്രാം ചെയ്യും. 365 ദിവസം വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. ആ സമയത്ത് നമ്മൾ 40-60 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യും. ചിലപ്പോൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഏതെങ്കിലും ഒരു കസേരയിലൊക്കെ ഇരുന്ന് ഉറങ്ങാൻ പറ്റിയാലായി, അത്രയും മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ടാകുന്നത്, എസ്പെഷ്യലി ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിലൊക്കെ. അവിടെയുള്ള ഫെസിലിറ്റീസ് വളരെ കുറവായിരിക്കും. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു കുട്ടി 36 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ടിരുന്ന് രാത്രി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു സെമിനാർ ഹാളിൽ പോയിരുന്നു എന്ന് പറയുമ്പോൾ, ഞാനും ഇതുപോലത്തെ രാത്രികളിൽ ഇറങ്ങി നടന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് നമ്മൾക്ക് നൈറ്റ് കോൾസ് വരും, 2 മണി 3 മണി. ആ സമയത്ത് നമുക്ക് ഒരുപാട് ഓടിച്ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കേണ്ട കേസുകളുണ്ടാവും. ചിലത് നമ്മൾ എമർജൻസി ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ വിതിൻ മിനിറ്റ്സ് പോയി റീച്ച് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റൽ പ്രെമിസസിൽ തന്നെ നിൽക്കും. ഓടിച്ചെല്ലണം, നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകുന്നു, നമുക്ക് ആരും കൂട്ടിയില്ല, എല്ലാവരും ഉറങ്ങുമായിരിക്കും. ആ സമയത്ത് നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട്, പ്രേതങ്ങൾ വരുമായിരിക്കും ചിലപ്പോൾ, മരിച്ചുപോയ ആൾക്കാരുടെ എന്നൊക്കെ പറയുമായിരിക്കും. ഇതിപ്പോൾ പ്രേതത്തിനേക്കാളും പേടിക്കേണ്ട അവസ്ഥ മനുഷ്യനെ തന്നെ അല്ലേ? ഒരുപാട് വിഷമമുണ്ട്. എന്താ ചെയ്യണമെന്നറിയില്ല. നമ്മൾ കുട്ടിയായിട്ടിരിക്കുമ്പോൾ തൊട്ട് എല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ പേടിയാണ് പുറത്തു വിടാൻ. ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ സെക്ഷലി അബ്യൂസ്ഡ് ആവുന്നത്, വീട്ടിൽ കയറി വന്ന് ചെയ്യുന്നത്. അവരെ പോലീസ് റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ട് സൈക്യാട്രിക് അഡ്വൈസിന് വേണ്ടി കൊണ്ടുവരും, അവരെ കൗൺസിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. വീട്ടിൽ തന്നെ ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പുറത്തിറങ്ങിയാൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സ്ത്രീകൾ എന്ത് പേടിച്ചാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസം ഗൗരി ലക്ഷ്മിയുടെ ഞാനൊരു പെണ്ണ് എന്ന് പറഞ്ഞ പാട്ടിൽ അതിനെ കുറേ കളിയാക്കിക്കൊണ്ടൊക്കെ കുറേ വീഡിയോസൊക്കെ കണ്ടായിരുന്നു. പാട്ടിൽ പറയുന്നതൊക്കെ സത്യമാണ്. ഈ ഒരു 95% സ്ത്രീകളും ബസ്സിൽ കയറി ഒരു തവണയെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള തൊടലുകളും പിടിക്കലുകളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളവരാണ്. നമ്മൾ ഒരു തിരക്കുള്ള ബസ്സിൽ കയറുമ്പോൾ നമുക്ക് പേടിയാണ്, എങ്ങോട്ടാണ് എന്തിനാണ് നീട്ടുന്നത് നമുക്കറിയില്ല. നിങ്ങളെല്ലാം പറയും നോട്ട് ഓൾ മെൻ. അറിയാം, നമുക്കും അറിയാം എല്ലാവരും അല്ല. എൻ്റെ അപ്പനോ അല്ലെങ്കിൽ എൻ്റെ സഹോദരനോ അങ്ങനെ അല്ലാന്ന് എനിക്കറിയാം, നിങ്ങളിലും അല്ലായിരിക്കും. പക്ഷേ എങ്ങനെ ഞങ്ങളത് തിരിച്ചറിയും? എങ്ങനെ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കുന്നത്? ഒരു ആണ് അടുത്തോട്ട് വരുമ്പോൾ അത് ഉപദ്രവിക്കാനാണോ സ്നേഹിക്കാനാണോ എന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ഡേറ്റിന് പോകണമെങ്കിൽ ഗേൾസ് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ പോകുന്ന ആരുടെ കൂടെയാണ് എന്നെല്ലാം നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യും. പേടിയാണ്. ഒരു ക്യാബ് എടുക്കാൻ പേടിയാണ്. ചില സമയത്ത് നമ്മൾ ഓട്ടോ എടുക്കും, ഒരു ചെറിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തോട്ട് പോകാൻ പേടിയാണ്. നമ്മൾ കവറപ്പ് ചെയ്തുകൊണ്ട് പോകണം.
അത് ചെയ്താൽ രക്ഷപ്പെടുന്നുണ്ടോ? ഫുൾ മൂടി പതിച്ചിരിക്കുന്നവരും റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ കുട്ടി അവിടെ ജോലി ചെയ്യുമായിരുന്നു. അതിൻ്റെ കണ്ണിൽ സ്പെക്സ് കുത്തിക്കയറി ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ സ്പെക്സ് വെച്ചുകൊണ്ട് ഉറങ്ങില്ല. ആ കുട്ടി വല്ലതും വായിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അവിടെ. വൈഡ് അവീക്കായിട്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അതിൻ്റെ കാല് രണ്ടും രണ്ട് വശത്തോട്ട് വിടർന്നിരുന്നേച്ചു. ബലത്തിൽ പിടിച്ച് വലിച്ചാലല്ലാതെ അതങ്ങനെ സംഭവിക്കില്ലല്ലോ. ഇത്രയും ക്രൂരമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ഏതൊരു പെണ്ണിനെയും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് റേപ്പ് ചെയ്യാം, കൊല്ലാം, അത് ഞങ്ങളുടെ അവകാശമാണ്, അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങൾ ഇല്ലാതെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുവാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് പുരുഷന്മാരും ഉണ്ട്. പേടിയാണ്, സ്ത്രീകൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പേടിയാണ്, എല്ലാവരെയും പേടിയാണ്. കാര്യം നമ്മളുടെ അടുത്ത് സഹായം ചോദിച്ച് വരുന്നവരും അറ്റാക്ക് ചെയ്യാൻ വരുന്നവരായിരിക്കാം. ഹോസ്പിറ്റലുകളിൽ ചുമ്മാ അസുഖമാണ് എന്ന് പറഞ്ഞിട്ട് ലൈംഗികാവയവങ്ങൾ കാണിച്ച് സുഖം കണ്ടെത്തുന്നവരുണ്ട്. ഒരു മോബ് അറ്റാക്ക് വരുമ്പോൾ സ്ത്രീകളുടെ അടുത്തോട്ട് വളരെ ഉച്ചത്തിൽ വന്ന് സംസാരിച്ച്, അല്ലെങ്കിൽ അക്രമകാരമായിട്ട് സംസാരിക്കാനും, അല്ലെങ്കിൽ എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി റേപ്പ് ത്രെറ്റ്സ് നടത്തുന്നവരുണ്ട്. എല്ലാത്തിൻ്റെ അവസാനം അതാണ്. എങ്ങനെ ജീവിക്കും ഈ നാട്ടിൽ? എങ്ങനെ ജീവിക്കും? എങ്ങനെയാണ് നമുക്ക് വിശ്വാസത്തോടെ ഒന്ന് ഇറങ്ങി നടക്കാൻ പറ്റുന്നത്? സ്ത്രീകൾക്കെല്ലാം പേടിയാണ്. സ്ത്രീകൾ ഫെമിനിസം പറയുന്നു, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് എഗെയിൻസ്റ്റ് ദേഷ്യമായിട്ട് പറയുന്നു. ചെറുതിലേ തൊട്ടേ നമ്മളെ ട്രെയിൻ ചെയ്യുവാണ്. അവർ തൊട്ടാൽ ഇത് ചെയ്യാൻ പാടില്ല, ഇവരുടെ അടുത്ത് പോകരുത്, ഒരു കത്തി കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ അവരെങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. നിങ്ങൾ ആണുങ്ങൾക്ക് എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഒരു ട്രെയിനിൽ കയറിയാൽ നമ്മൾ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എന്ത് പേടിച്ചാൽ പോകുന്നതെന്നറിയോ? അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ചെയ്യുമോ? അവിടെ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്നല്ല, നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതാണ്. ട്രെയിനിൽ കിടന്നുറങ്ങുമ്പോൾ, നടന്നു പോകുമ്പോൾ കാലിൽ തൊട്ട് തൊട്ട് പോകുന്ന ആണുങ്ങളുണ്ട്. ബസ്സുകളിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബസ്സസിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ഇവിടെ തിരക്കുന്ന തരത്തിൽ തൊട്ട് ചെയ്യുന്നവരുണ്ട്. സ്കൂൾ കുട്ടികളെ ചെയ്യുന്നവരുണ്ട്. പ്രതികരിച്ചാൽ പോലും ആരും കൂടെ നിൽക്കത്തുമില്ല ചില സമയങ്ങളിൽ. അതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ വിക്ടിം ഷെയിം ചെയ്യും. നിർഭയ കേസ് സംഭവിച്ച സമയത്ത് രാത്രി ഇറങ്ങിയിട്ടാണ് എന്തിനാണ് ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ നടന്നതെന്ന് ചോദിച്ചു. 6 വയസ്സുള്ള കുട്ടി, 3 വയസ്സുള്ള കുട്ടി വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പീഡിപ്പിക്കുന്നുണ്ട്. ഈ കുട്ടി നൈറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പീഡിപ്പിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. അതും ഇത്രയും ഹീനമായ രീതിയിൽ. എങ്ങനെ നിങ്ങൾക്ക് ആണുങ്ങൾക്ക് എങ്ങനെ ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ ഇതിനോടൊന്നും പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നു? നോട്ട് ഓൾ മെൻ, നോട്ട് ഓൾ മെൻ, നോട്ട് ഓൾ മെൻ എന്ന് എങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് അറിയില്ല. ഈ കുട്ടിയുടെ തന്നെ ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തു. 150 ml സീമനാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. ഒരാൾക്ക് 5-6 ml കൂടെയൊന്നും കൂടുതലൊന്നും വരത്തില്ല. ഗാങ് റേപ്പാണ്. കാലും അതും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാനും ചെയ്യാനും ഒക്കെ ഒത്തിരി പേരുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഭയങ്കര ഇമോഷണലി തകർത്ത് കളയുന്ന ഒരു സിറ്റുവേഷനാണിത്. ഇത് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ഒരു സൈക്കാട്രിക് വീഡിയോ ഒന്നും അല്ല, മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല. പക്ഷേ എല്ലാവരുടെയും മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനും എല്ലാം പേടിയാണ്. വീടിനകത്തിരിക്കാൻ പേടിയാണ്, പുറത്തോട്ട് ഇറങ്ങാൻ പേടിയാണ്, ജോലിക്ക് പോകാൻ പേടിയാണ്. എപ്പോഴാണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ് ആക്രമണം വരുന്നതെന്ന് അറിയാതെ ഏത് നിമിഷവും ഫുള്ളി ഹൈപ്പർ വിജിലൻ്റ് ആയിട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് സ്ത്രീകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭയാനകമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അത് ഈ സൊസൈറ്റിയുടെ ഒരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് അറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ പുറത്തോട്ട് വിടാൻ ധൈര്യമുണ്ടോ? അത് മാത്രം ആലോചിച്ചാൽ മതി. അവരോട് നിങ്ങൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഈ സമയത്ത് പോകരുതെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കും ഈ ആണുങ്ങളുടെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ. ഇതിൽ കൂടുതൽ എന്താ പറയാറില്ല. ഇത് ഒരു ഡോക്ടർ ആയതുകൊണ്ട് മാത്രം ഡോക്ടേഴ്സിൻ്റെ പ്രശ്നമാവുന്നില്ല. ആ കുട്ടി ഡോക്ടർ ആയിരുന്നു എന്നേ പറയാൻ പറ്റൂ. അത് വർക്ക് പ്ലേസ് ആയിരുന്നു. ഹോസ്പിറ്റൽ പോലൊരു സ്ഥലത്ത് നമ്മൾ ഒരിക്കലും ഇത് എക്സ്പെക്റ്റ് ചെയ്യാത്തതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഡെഡ് ബോഡീസിനോട് വരെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുള്ള നാടാണ്, കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന നാടാണ്. പക്ഷേ അതൊരു സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ആഫ്റ്റർ ഇഫക്റ്റ്, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു ട്രോമ
അത് മനസ്സിലാക്കി എല്ലാവരും ഇതിനോടൊക്കെ പ്രതികരിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. ലോസ് കൂടുതൽ ശക്തമാവണം, അത്രേ പറയാനുള്ളൂ.